ശ്രീ എ സജീവൻ, വിവിധ തരത്തിലുള്ള രാഷ്ട്രീയമായ വാഗ്വാദങ്ങൾ, പോരുകൾ, അങ്ങനെ ശാക്തിക ബലാബലം ആ അർത്ഥത്തിൽ പരീക്ഷിച്ചത് നാം കണ്ടു. ഇപ്പോൾ കൊട്ടിക്കലാശിച്ചിരിക്കുന്നു. ഇനി അവർ പോളിംഗ് ബൂത്തിലേക്ക് പോകും. ഏതൊക്കെ തരത്തിലാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്? നിലമ്പൂർ മണ്ഡലത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ ആ മണ്ഡലം ഇന്ന് വരെ കാണാത്ത രൂപത്തിലുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അത് കുറെ കാലമായിട്ട് UDF കൈവശം വെച്ച മണ്ഡലമാണ്. നേരത്തെ കുഞ്ഞാലി ജയിച്ച സ്ഥലമാണെങ്കിലും പിന്നീട് TK ഹംസ കോൺഗ്രസ് വിട്ട് വന്നപ്പോൾ ജയിച്ചതാണെങ്കിലും, അതേപോലെ PV അൻവർ കോൺഗ്രസ് വിട്ട് വന്ന് ജയിച്ച 2 സമയമാണെങ്കിലും ഒക്കെ ഈ ഘട്ടങ്ങളിലല്ലാതെ UDFന്റെ കൈവശം ഉണ്ടായിരുന്ന മണ്ഡലമാണ്. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന രൂപത്തിൽ വളരെ ശക്തമായ രൂപത്തിലുള്ള സാന്നിധ്യം, അത് ഒരു ജയിക്കും എന്നൊരു ആത്മവിശ്വാസം LDFന്റെ പ്രവർത്തകരിൽ ഉണ്ടാക്കി തീർക്കുന്ന രീതിയിലുള്ള പ്രചരണം അത് ഇത്തവണ കണ്ടു. വളരെ നമുക്കിന്ന് ഇന്നത്തെ ഒരു കൊട്ടിക്കലാശം തന്നെ നോക്കിയാൽ അറിയാം. ഞാനിത് LDFന്റെ ആത്മവിശ്വാസത്തെ കുറിച്ച് മാത്രമല്ല, ഈ ആവേശം LDFലും UDFലും ഒരേപോലെ ഉണ്ട്. വളരെ ശക്തമായ രൂപത്തിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അതേ സമയത്ത് ഈ BJPയുടെ കൊട്ടിക്കലാശമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവർ പ്രചരണ രംഗത്ത് എത്രമാത്രം അവർക്ക് അത്ര വലിയ അവർ പ്രതീക്ഷിക്കുന്നില്ല, അവർ പറയുന്ന രൂപത്തിലുള്ള ഒരു അട്ടിമറിയൊന്നും അവർക്ക് നടത്താൻ പറ്റില്ല എന്ന കാര്യം വളരെ ഉറപ്പാണ്. അത് BJPയിലെ കൊച്ചുകുട്ടികൾ പോലും അങ്ങനെ വിശ്വസിക്കില്ല. രണ്ടാമത്തെ ഒരു കാര്യം, അവർക്ക് നേരത്തെ കിട്ടിയിരുന്ന 2016 കിട്ടിയിരുന്ന ഈ 7% വോട്ട് ഷെയർ അതിലേക്കെങ്കിലും എത്താൻ പറ്റുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി അവർ കണ്ടെത്തിയത്. അങ്ങനെ ആവുമ്പോൾ പോലും അവരതൊക്കെ ചെയ്യുമ്പോഴും ഇപ്പുറത്ത് BDJS ഉൾപ്പെടെയുള്ള നമുക്കറിയാം അവരുടെയൊക്കെ പ്രതികരണത്തിലൂടെയൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്ര ഒരു വലിയ ആവേശം അവരിൽ കാണുന്നില്ല. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ കുറച്ച് കാലത്തെ പ്രതികരണങ്ങൾ വെച്ചുകൊണ്ടാണെങ്കിൽ SNDP യോഗത്തിന്റെ പിന്തുണയൊന്നും അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. നേരത്തെ BDJSന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ 2016 മത്സരിച്ചപ്പോൾ ഗംഭീരമായ 7% മുകളിൽ അവർക്ക് വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. പിന്നീട് അത് കുറഞ്ഞു. BJP മത്സരിച്ചപ്പോൾ കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് BJP ഒരു പ്രസക്തമായ രീതിയിലുള്ളതല്ല. ഈ ഏറ്റവും കൂടുതൽ കാണുന്നത് പലപ്പോഴും ആത്മവിശ്വാസം ഇല്ലാത്ത രൂപത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും LDFനെ കണ്ടിട്ടുണ്ട്. അതല്ലാതെ വളരെ സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ആ മണ്ഡലത്തിൽ തന്നെയുള്ള സ്ഥാനാർത്ഥിയാണ്, യുവാവായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ഇങ്ങനെ പല ഘടകങ്ങളും വെച്ചിട്ട് നമുക്കറിയാവുന്ന യുവാക്കളുടെ ഒരു വലിയ ഒരു ആഘോഷം തന്നെ LDFന്റെ ഭാഗത്ത് കണ്ടു. അത് UDFന്റെ ഭാഗത്ത് ഇതേപോലെ ശക്തമായ രൂപത്തിൽ യുവ നേതൃത്വം ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നെക്ക് ടു നെക്ക് എന്ന രീതിയിലുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അവിടെ PV അൻവർ, നമ്മളെല്ലാവരും വിചാരിച്ച് PV അൻവറിന്റെ നിലപാട്, അൻവർ എത്ര വോട്ട് പിടിക്കും, അത് ഇപ്പോഴും പ്രസക്തമാണ്. പക്ഷേ PV അൻവറിനെ നമുക്ക് എപ്പോഴും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ഓരോ ഘട്ടത്തിലുള്ള പ്രതികരണങ്ങൾ ഓരോ രൂപത്തിലാവും. ഇന്ന് പോലും അദ്ദേഹം ഈ കൊട്ടിക്കലാശം ഒന്നും അദ്ദേഹത്തെ ബാധിക്കാത്ത രൂപത്തിൽ ആളുകളെ കാണാൻ പോകുന്നു പറയുന്നത്. അതൊരു ഒരു തന്ത്രമാണോ എന്ന് പോലും നമുക്ക് സംശയിച്ചാൽ അത് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ നിൽക്കുന്നു. അദ്ദേഹത്തിന് ഇതുവരെ പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകൾ വ്യത്യാസം വരുന്നു. അപ്പോ PV അൻവറിന്റെ ഒരു നിലപാടിൽ എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ, അത് രഹസ്യമായ വല്ല ഡീലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്തായാലും അതിശക്തമായ രൂപത്തിൽ ഒരു ഘട്ടത്തിൽ LDFന് നല്ലൊരു സാധ്യത പല ആളുകളും വിചാരിക്കുന്ന ഈ സ്ഥാനാർത്ഥിയുടെ സ്വരാജ് ആനു എന്നുള്ളതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥി വന്നതോടുകൂടി ഉണ്ടായ ചിത്രത്തിന് വന്നുള്ള മാറ്റം, ആ മാറ്റമൊക്കെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നീട് ഈ അടിവലികൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ചിത്രത്തിൽ മാറ്റം വരിക. വീണ്ടും ഞാൻ പറയുന്നു, ഇത് നെക്ക് ടു നെക്ക് പോരാട്ടമാണ്. തീർച്ചയായും.